കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് ഉണ്ടാകട്ടെ. കർത്താവ് നമ്മെ കേൾപ്പിച്ച വചനങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. നാം കേട്ട വചന പ്രകാരമാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ സ്വാധീനം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായസത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. ക്രിസ്തുവിന്റെ ന്യായസത്തിന്റെ മുമ്പാകെ ഈ ശരീരത്തിൽ ഇരുന്നവൻ നിൽക്കണം എന്നാണ് അതിന്റെ പറയുന്നത്. ഈ ശരീരത്തിൽ ഇരുന്നവൻ നമ്മുടെ ആത്മാവാണ്, അല്ലെങ്കിൽ ദേഹിയാണ്. ആ ദേഹി കർത്താവിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവനോടുള്ള ചോദ്യം, നീ ശരീരത്തിലായിരിക്കുമ്പോൾ എന്തെല്ലാമാണ് ചെയ്തത്? അവിടെ പറഞ്ഞൊഴിയാൻ പറ്റില്ല. ഈ ശരീരം ചെയ്തതിന് മുഴുവനും ആ ദേഹി ഉത്തരവാദിയാണ്. അതിന് തക്കവണ്ണം പ്രതിഫലവും കിട്ടും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക, ശരീരത്തെ തനിക്ക് കീഴ്പ്പെടുത്തുക, ജഡത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക. ഇല്ല എങ്കിൽ ഞാൻ അറിയാതെ ചെയ്തതാ എന്ന് പറഞ്ഞാലൊന്നും അവിടെ നോക്കിയില്ല. അവിടെ ചെയ്ത കാര്യങ്ങൾക്ക് മുഴുവനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എന്നാൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ദൈവം എന്ന് പറയുന്ന ആൾ ആരാ? സൽഗുണ സമ്പൂർണനാണ്. സൽഗുണ സമ്പൂർണ്ണൻ. അപ്പോ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണ സമ്പൂർണരായിരിക്കണം. ആരെ കൊണ്ട് സാധിക്കും? ആരെ കൊണ്ട് സാധിക്കും? സാധിക്കും. കർത്താവ് പറയുന്നു, ഒരു മാർഗമാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. എന്താണ്? നമ്മൾ വസിക്കുന്ന ഈ ശരീരത്തെ നിയന്ത്രിച്ച് ജീവിച്ചാൽ മതി. ഈ ശരീരത്തെ നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിൽ സമ്മതിച്ചു, നിങ്ങൾ സൽഗുണ സമ്പൂർണ്ണനാണ്. എന്ത് ഭയങ്കരം! എന്റെ ശരീരം കൊണ്ട് എന്റെ ശരീരത്തെ ഞാൻ മുഴുവനും നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ സൽഗുണ സമ്പൂർണ്ണനാണെന്നാ പറഞ്ഞതിനർത്ഥം. അതിന്റെ അടയാളം കൂടി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടയാളമാണ്, നിന്റെ ശരീരം നിനക്ക് സമ്പൂർണമായ നിയന്ത്രണത്തിലാണെങ്കിൽ നീ വാക്കിൽ തെറ്റുകയില്ല. അവിടെയാണിത്. അപ്പൊ ഇതിനൊക്കെ അടയാളം വാക്കിൽ തെറ്റുകയില്ല. ശോധനയെല്ലാം കഴിഞ്ഞപ്പോ പ്രത്യേകിച്ച് എടുത്തെടുത്ത് പല പ്രാവശ്യം പറയുന്നുണ്ട്, ഇയ്യോബ് ഈ കാര്യത്തിലൊന്നും തന്റെ അധരങ്ങളാൽ പാപം ചെയ്തില്ല. ഒടുവിൽ ശോധനയെല്ലാം കഴിഞ്ഞപ്പോ ഇയ്യോബിന്റെ കൂട്ടുകാരോട് ദൈവം കോപിച്ചു. അവരോട് പറഞ്ഞ വാക്കുതാണ്, എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. അപ്പൊ ഇയ്യോബ് അത്രയും കാലം വന്നിട്ടും തെറ്റിയില്ല. ഇയ്യോബിന്റെ ശരീരം ഇയ്യോബിന് കീഴടങ്ങിയിരുന്നു. അതാണ് പറഞ്ഞത്. ഇതുപോലെ പുതിയ നിയമത്തിൽ കർത്താവിന്റെ വചനം പറയുന്നത്, ഇതാ ഈ ശരീരത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും മനുഷ്യന്റെ കയ്യിലാണെങ്കിൽ അപ്പൊ സൽഗുണ സമ്പൂർണ്ണനാ. അരുതാതെ പെട്ടെന്ന് വന്നു കൂടുന്ന, പെട്ടെന്ന് നമ്മള് കണക്കൂട്ടിയിരിക്കുമ്പോഴത്തേക്കും ഒന്ന് നഷ്ടപ്പെട്ട് പോയിക്കോട്ടെ, എന്തെല്ലാം നഷ്ടപ്പെട്ട് പോയിക്കോട്ടെ, എത്ര വേദന എടുത്ത് പോയിക്കോട്ടെ. പക്ഷേ മനുഷ്യന് പെട്ടെന്ന് വരുന്ന കാര്യങ്ങളാണ്. പെട്ടെന്ന് ഒരു ആള്
സ്തുതിയും സ്തോത്രവും മാത്രം പറയുന്നയാൾ ഒരാള് തീക്കനലിൽ കയറി ചവിട്ടി, അയാളുടെ വായിൽ നിന്ന് ഒരു അശുദ്ധ വാക്ക് വന്നു. അയാൾ ഉള്ളിൽ അതുകൊണ്ട് അയാളുടെ ശരീരം അയാൾക്ക് സ്വാധീനമല്ല എന്നർത്ഥം. അയാൾ വാക്കി തെറ്റി. ഇതുപോലെ ഒരു മനുഷ്യൻ ഞാൻ സൽഗുണസമ്പൂർണ്ണനാണെന്നും എന്റെ ശരീരം എനിക്ക് കേടുങ്ങിയിരിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ സന്ദർഭം വരുമ്പോൾ വാക്കിൽ തെറ്റും. വാക്കിൽ തെറ്റിയാൽ അങ്ങനെയൊന്നും അല്ല, ക്ഷേമമല്ല. വാക്കിൽ പിടിക്കാനായിട്ട് യേശുവിനെ എത്രയോ നേരം നോക്കി, സാധിച്ചില്ല. കാരണം അവൻ വാക്കിൽ തെറ്റുകയില്ല. കാരണം അവന്റെ ശരീരം അവന് സ്വാധീനമാണ്. അവൻ സൽഗുണസമ്പൂർണ്ണനാണ്. ദൈവസന്നിധിയിൽ നമുക്ക് തന്നിരിക്കുന്ന ചെറിയ ദൂതാണെങ്കിൽ അത് ഏറ്റവും ശ്രദ്ധേയം, ഏറ്റവും പവിത്രമാണ്. നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാനുള്ള സമയമാണ്. നമ്മുടെ കൈകൾ, നമ്മുടെ കണ്ണുകൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഹൃദയം, ഇതൊക്കെ നമുക്ക് സ്വാധീനമാണോ? ഒരിടത്തേക്ക് നോക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കണ്ട, കണ്ണ് നോക്കും. ഇതിനൊക്കെയാണ് ഇന്ദ്രിയ തഴക്കം എന്ന് പറയുന്നത്. അതായത് ഇന്ദ്രിയ തഴക്കം എന്ന് പറയുന്നത് അതാണ്. ശരീരം കീഴടക്കിയവനാണെങ്കിൽ കണ്ണങ്ങ് ഒരു വശത്തും പോവില്ല. അവന്റെ ചെവിയങ്ങ് ഒരു വശത്തും പോവില്ല. അവന്റെ അവയവങ്ങൾ പൂർണ്ണമായിട്ടും അവന് കീഴടങ്ങിയിരിക്കും. ഇത് മനുഷ്യനൊരു സ്ഥലത്തിരിക്കും, അവന്റെ ഹൃദയം ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചതിന് ശേഷം ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ, ഒരു ഉപവാസം ഉണ്ടെങ്കിൽ അത് മുഴുവൻ അങ്ങനെ കറങ്ങി നടക്കും. പ്രാർത്ഥന തുടങ്ങി തീരുന്നത് വരെയും ഇതിങ്ങനെ കറങ്ങി നടന്നതിന് ശേഷം തീരാൻ നേരത്ത്, ആശീർവാദം പറയാൻ നേരത്ത് ആ ഹൃദയം തിരിച്ചു കൊണ്ടുപോകും. ഇപ്പൊ അല്ല ഏകാഗ്രതയാണ്. ഹൃദയം ശരീരം അവന് കീഴടങ്ങിയതല്ലാന്ന്. ഇതിങ്ങനെ വരുമ്പോൾ ലോകത്ത് ആരാണ് ഈ സ്റ്റേജിലെത്തിയത്, ഈ സന്ദർഭത്തിലെത്തിയത്? അതിനാണ് നമ്മൾ ഈ പോരാട്ടമെല്ലാം കഴിക്കുന്നത്, ഈ അധ്വാനമെല്ലാം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്നു മുതൽ നമ്മുടെ ധ്യാനമായിരിക്കട്ടെ, കർത്താവേ, എന്റെ ശരീരം എനിക്ക് കീഴടങ്ങിയിരിക്കണം. എന്റെ ശരീരത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്ക് വേണം, പൂർണ്ണമായ നിയന്ത്രണം എനിക്ക് വേണം. എന്റെ അനുവാദം കൂടാതെ, എന്റെ സമ്മതം കൂടാതെ എന്റെ ശരീരം ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ല. ഞാൻ എന്റേതായ ജീവിതത്തിൽ ജീവിക്കുന്നു, എന്റെ ശരീരം അതിൻ്റെതായ ഇഷ്ടത്തിൽ ജീവിക്കുന്നു എന്നുള്ളതിൽ വരാൻ പാടില്ല. അതിനടയാളമായി എന്റെ കർത്താവ്, വാക്കിൽ തെറ്റാത്ത ഒരു ജീവിതം എനിക്ക് തരണം. അത് അടയാളമാണ്. കുട്ടികളെ മുടക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഇന്ന് ഞങ്ങൾ കേട്ട വചനങ്ങൾക്കായി വാക്കിൽ തെറ്റാത്ത ഒരു ജീവിതം, ശരീരത്തെ സ്വാധീനമാക്കുന്ന ഒരു ജീവിതം, ദൈവമേ, സൽഗുണ സമ്പൂർണനായ കർത്താവിനെ പോലെ ആയിത്തീരുന്ന ഒരു ജീവിതം കർത്താവ് ഞങ്ങൾക്ക് തരണം. പ്രാർത്ഥിക്കാം. അവസാനമായിട്ട് ദൈവമേ